നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കുന്നിക്കുരു അഥവാ കുന്നിയെയാണ്. വിഷ സ്വഭാവമുള്ള ഈ സസ്യത്തിനെ പ്രാചീന കാലം മുതൽക്കേ ഔഷധമായി പ്രയോഗിക്കാറുണ്ട്. ലെഗുമിനോസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം അബ്രസ് പ്രിക്കറ്റോറസ് എന്നാണ്. ഇതിൻ്റെ വിത്തിൻ്റെ നിറത്തെ അടിസ്ഥാനമാക്കി ഇത് രണ്ടു തരത്തിലുണ്ട്: ചുവപ്പും വെള്ളയും. ഗുഞ്ച, രത്തിക എന്നൊക്കെയാണ് ഇതിനെ സംസ്കൃതത്തിൽ വിളിക്കാറുള്ളത്. 100 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നത്. ഉറപ്പുള്ള നേർത്ത തണ്ടോട് കൂടിയ ഒരു ആരോഹി സസ്യമാണിത്. ഇലകൾ സംയുക്തമായാണ് വിന്യസിച്ചിരിക്കുന്നത്. 10 മുതൽ 20 പത്രകങ്ങൾ വരെയാണ് ഇതിൽ അടക്കിയിരിക്കുന്നത്. പൂക്കൾ കുലകളായാണ് വിന്യസിച്ചിരിക്കുന്നത്. പയറുപൂവിനോട് സാമ്യമുള്ളതാണ്. കായ്കൾ ബീൻസിനോട് സാമ്യമുള്ളതാണ്. അതിൽ 3 മുതൽ 5 വിത്തുകൾ വരെ വരിയായി അടുക്കിയിട്ടുള്ളത്. അതിൽ വിത്ത് ചുവപ്പിൽ കറുപ്പ് കണ്ണോട് കൂടിയതോ വെള്ളയിൽ കറുപ്പ് കണ്ണോട് കൂടിയതോ ആണ്. അത് മിനുസമുള്ളതും കട്ടിയേറിയതുമാണ്. വിത്തിനാണ് കൂടുതൽ വിഷസ്വഭാവമുള്ളത്. വിത്തിൽ അബ്രൻ, വിഷസ്വഭാവമുള്ള പ്രോട്ടീൻ, പുളിപ്പിക്കത്തക്കവണ്ണം പ്രാധാന്യമുള്ള കിണ്വം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് ശുദ്ധി ചെയ്യേണ്ടത് പാലിലാണ്. വേര്, ഇല, വിത്ത് എന്നിവയാണ് നമ്മൾ ഔഷധയോഗ്യമായ ഭാഗങ്ങളായി കണക്കാക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. കുന്നി അല്ലേ, കാക്കറുപ്പും മുക്കാ ചുവപ്പും എന്നാണ് പറയുക കുന്നിയെ പറ്റി പറയുമ്പോൾ. അതതിൻ്റെ ആ കുന്നിക്കുരുവിൻ്റെ ആകൃതി വളരെ നല്ല ഭംഗിയുള്ള ഒരു കുരുവാണ്. പക്ഷേ ഇതൊരു വിഷച്ചെടിയാണ് ഈ കുന്നി എന്ന് പറയുന്നത്. അബ്രസ് പ്രിക്കറ്റോറിയസ് എന്നാണ് അതിൻ്റെ പേര് വരിക. ആബ്രിൻ എന്നൊരു വിഷവസ്തു ഉണ്ടായില്ല. പക്ഷേ ഇത് വിഷവസ്തു ആണെങ്കിലും ഈ കുരു പാലിൽ തിളപ്പിച്ച് ശുദ്ധിയായിട്ട് അതിൻ്റെ തോട് കളഞ്ഞ് അത് പാലിൽ കലക്കി കഴിച്ചാൽ ശരീരം നല്ല പുഷ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഈ കുന്നിയുടെ ഇല ലേശം എടുത്തിട്ട് അരച്ച് തേൻ ചേർത്ത് ഇങ്ങനെ കഴിച്ചാൽ ഈ വായിലുണ്ടാകുന്ന ഈ കഫം മുറിഞ്ഞു പോകും. പിന്നെ ചില വ്രണത്തിന് ഇതിൻ്റെ ഈ ഇല അരച്ചിട്ട് പൗൾട്ടീസാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതും കുറയും. പിന്നെ ഈ കുന്നി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മുടി ഇങ്ങനെ വട്ടനെ പോകുക ആൾക്കാരുടെ. ഈ മുടി വട്ടനെ പോയി കഴിഞ്ഞാൽ ഈ കുന്നിയുടെ ഈ ഇല അല്ലെങ്കിൽ ഇലയും കുരൊക്കെ കൂടി അരച്ചൊരു ലേപനാക്കിയിട്ട് ഇങ്ങനെ പരട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ മുടി വരും. ഈവൻ കഷണ്ടി ഉള്ള ആൾക്കാർക്ക് പോലും ഈ കുന്നിക്കുരു എടുത്തിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ അവിടെ മുടി വരുന്ന പറയാം. അപ്പോൾ കഷണ്ടിയുള്ള ആൾക്കാർക്ക് അടക്കം ഈ കുന്നിക്കുരു ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ബലമാണ് അത് അരച്ച് കഴിഞ്ഞാൽ.